പോസ്റ്റലൻസിയുടെ അന്ത്യത്തിൽ എന്റെ അധികാരികൾ ക്രാക്കോവിലെ നൊവിഷ്യറ്റിലേക്ക് എന്നെ അയച്ചു. എന്റെ ആത്മാവ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം കൊണ്ട് നിറഞ്ഞു. നൊവിഷ്യറ്റിൽ ഞങ്ങൾ എത്തിയപ്പോൾ സിസ്റ്റർ ഹെൻറി മരിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം സിസ്റ്റർ ആത്മാവിൽ എന്റെ അടുക്കൽ വന്നു. നോവിസ് മിസ്ട്രസിന്റെ അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി ഒരു ദിവ്യബലിയും 3 സുഹൃത ജപങ്ങളും അർപ്പിക്കാൻ തന്റെ കുമ്പസാരക്കാരൻ ഫാദർ റോസ് പോണ്ടിനോട് ആവശ്യപ്പെടാൻ പറഞ്ഞു. ആദ്യം ഞാൻ സമ്മതിച്ചെങ്കിലും പിറ്റേ ദിവസം നോവിസ് മിസ്ട്രസിനെ സമീപിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഇതെല്ലാം എന്റെ സ്വപ്നത്തിൽ സംഭവിച്ചതാണോ അതോ സത്യമാണോ എന്നെനിക്ക് തീർച്ചയില്ലായിരുന്നു. അതിനാൽ ഞാൻ പോയില്ല. പിറ്റേ രാത്രി ഇത് കൂടുതൽ വ്യക്തമായി ആവർത്തിക്കപ്പെട്ടു. പിന്നെ എനിക്കൊരു സംശയവും തോന്നിയില്ല. എന്നിട്ടും പിറ്റേന്ന് രാവിലെ നോവിസ് മിസ്ട്രസിനോട് ഇതേപ്പറ്റി പറയണ്ട എന്നു തന്നെ ഞാൻ തീരുമാനിച്ചു. പകൽ സമയം എപ്പോഴെങ്കിലും കാണുമ്പോൾ പറഞ്ഞാൽ മതി എന്നുറച്ചു. താമസിയാതെ ഇടനാഴിയിൽ വെച്ച് ഞാൻ സിസ്റ്റർ ഹെൻറിയെ കണ്ടുമുട്ടി. ഉടനെ തന്നെ ഞാൻ കാര്യങ്ങൾ പറയാതിരുന്നതിൽ അവർ എന്നെ കുറ്റപ്പെടുത്തി. എന്റെ ആത്മാവ് വളരെ അസ്വസ്ഥമായി. അതിനാൽ ഞാൻ നോവിസ് മിസ്ട്രസിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഇക്കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് മദർ പ്രതിവചിച്ചു. ഉടനെ തന്നെ എന്റെ ആത്മാവ് സ്വസ്ഥമായി. 3-ാം ദിവസം ആ സിസ്റ്റർ എന്റെ അടുക്കൽ വന്ന് ദൈവം നിനക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞു.